നമസ്കാരം, ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ മാസം 18-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. തുലാമാസം ആരംഭമായിട്ടുണ്ട്. ഈ മാസം പലവിധേനയുള്ള ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഭാഗ്യത്തിന്റെ തേരിലേറാൻ കഴിയുന്ന 30 ദിവസങ്ങളാണ് തുലാമാസത്തിൽ ലഭിക്കുന്നത്. വ്യാഴത്തിന്റെ രാശിമാറ്റം, സൂര്യശുക്രന്മാരുടെ രാശിമാറ്റം എന്നിവ നിമിത്തം 8 നക്ഷത്രക്കാർക്ക് മഹാസൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 13-ാം തീയതി ശുക്രൻ കന്നി രാശിയിൽ സംക്രമിച്ചു കഴിഞ്ഞു. ഇന്ന് തുലാം മാസമായിരിക്കുന്നു. ഇന്ന് മുതൽ വൃശ്ചിക മാസം, അതായത് വൃശ്ചികം 30 വരെയുള്ള സമയം. ഇവിടെ പറയാൻ പോകുന്ന 8 നക്ഷത്രക്കാർക്ക് വളരെയധികം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന സമയമായിരിക്കും. ഇന്നേ ദിവസം മുതൽ 8 നക്ഷത്രക്കാർക്ക് രാജയോഗങ്ങളാണ് തുടക്കമായിരിക്കുന്നത്. കാരണം കേതു 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഏകദേശം നോക്കുമ്പോൾ ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് അപൂർവമായ ഇത്ര ഒരു ഭാഗ്യം ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നണയാനായി പോകുന്നത്. അതിന്റെ ഫലമായി ഈ 8 നക്ഷത്രക്കാർക്കും കർമ്മവിജയം ഉണ്ടാകുന്നതാണ്. ഉയർച്ച, അതേപോലെ മൂല്യമാർന്ന ചില വസ്തുക്കളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം, പണം, പ്രശസ്തി എന്നിവയൊക്കെ നിങ്ങളെ തേടി എത്തുവാൻ ഇന്നേ മുതൽ തുടങ്ങിയിട്ടുണ്ട്. തുലാം 1 അപ്പോൾ വ്യാഴത്തിന്റെ അതിദേവതയായ മഹാവിഷ്ണുവും അതേപോലെ ശുക്രന്റെ അതിദേവതയായി വരുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുമാണ്. ഇവരുടെ അനുഗ്രഹം കൂടി എത്തിക്കഴിയുമ്പോൾ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും ലഭിക്കാൻ തുടങ്ങി. ഇന്നേ ദിവസം മുതൽ 8 നക്ഷത്രക്കാർക്ക് നിറയെ നേട്ടങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നണയാനായി പോകുന്നത്. ഐശ്വര്യം തുടങ്ങുന്ന 8 നക്ഷത്രക്കാർ ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും നീങ്ങി നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും വന്നെത്തിയിരിക്കുന്നു 8 നക്ഷത്രക്കാർക്ക്. നിങ്ങൾ ഈ വീഡിയോ വളരെയധികം വിശ്വാസത്തോട് കേട്ടുകൊള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു 60-61 ദിവസങ്ങൾ വളരെയധികം നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആയിരിക്കും. കാരണം എന്തെന്നാൽ ധനത്തിൻ്റെ കാരകയാണ് മഹാലക്ഷ്മി ദേവി. മഹാലക്ഷ്മി ദേവിയും ഭഗവാൻ മഹാവിഷ്ണുവും ഒരുമിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അപൂർവമായ ഭാഗ്യത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 61 ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. ആ 8 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 15 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും ഭാഗ്യ സമയമാണ് ഇന്ന് തുലാമാസം മുതൽ തുടങ്ങിയിരിക്കുന്നത്. ആരോഗ്യപരമായി മെച്ചമുണ്ടാകുന്ന സമയമാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകും. കർമ്മമേഖലയിൽ വിജയം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക വിജയം, അതും വെറും സാമ്പത്തിക വിജയമല്ല, മഹാസാമ്പത്തിക നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 15 വർഷമായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കുന്നു. വിഷമതകൾ അകലുന്ന, കുടുംബ ഐക്യവും ഐശ്വര്യവും വന്നു തുടങ്ങുന്ന സമയമാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. സമാധാനം എന്തെന്നറിയാത്ത ഒരുപാട് ദിനങ്ങളായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇന്നു മുതൽ സമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ ഒഴിയുന്നതാണ്. ദുഃഖങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെയും ഇന്നേ മുതൽ തീരുന്നുണ്ട്. കാരണം മഹാലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി വന്നിരിക്കുകയാണ്. ദേവനും ദേവിയും ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ചെയ്യുന്നതിനാൽ തന്നെ കടബാധ്യതകൾ അകലുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതാണ്. അല്പം ഭൂമി വാങ്ങണം എന്ന ആ സ്വപ്നം കൂടി ഇവിടെ സഫലമാകുന്ന സമയമാണ്. അതേപോലെ ഭൂമി വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉത്തമമായ സമയം കൂടിയാണ്. നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് പറയാനുള്ളത് തുലാമാസം 15-ാം തീയതിയാണ്. തുലാമാസം 15-ാം തീയതി മുതൽ വരുന്ന വൃശ്ചികം 10 വരെയുള്ള സമയം അതീവ ഭാഗ്യകരമായ ദിവസങ്ങളായിരിക്കും. നിങ്ങൾക്ക് വിദേശ യാത്ര സഫലമാകുന്നതാണ്. ഒരു സ്ഥിര ജോലി നിങ്ങൾക്ക് തേടിയെത്തുന്നതാണ്. ലോട്ടറി നിമിത്തവും ചില ഭാഗ്യം അല്ലെങ്കിൽ ചില ധനവരമൊക്കെ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 15 വർഷത്തിന് ശേഷം ഈ 8 നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം തുടങ്ങിയിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മൂർത്തിയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കോളൂ. അത്തം നക്ഷത്രക്കാർക്ക് 15 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും മഹത്വമാർന്ന ഏറ്റവും ഭാഗ്യദായകമായ സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. രണ്ടാമത്തെ നക്ഷത്രം ഉത്രമാണ്. ജീവിതത്തിൽ കരകയറാൻ പോവുകയാണ് ഉത്ര നക്ഷത്രക്കാർ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും ദേവി ലക്ഷ്മിയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം മുതൽ എത്തിയിരിക്കുന്നതിനാൽ തന്നെ കൂടാതെ ഗജകേസരി യോഗ അനുഭവം കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് ഭാഗ്യങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തുന്നതാണ്. സ്നേഹം, ഐക്യം എന്നിവ വർദ്ധിക്കുന്നതാണ്.
സുഹൃത്തുക്കൾ വഴിയും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങൾ വഴിയൊക്കെ സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് നിങ്ങൾ എഴുതി കുറിച്ചു വെച്ചോളൂ. ഈ വാക്കുകൾ ഫലമായി തന്നെ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ്. വിദേശത്ത് പോയി തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഒരുപാട് നാളുകളായി അതിനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പരാജയം മാത്രമാണ് കൂട്ടിനായി വരുന്നത്. എന്നാൽ ഇന്നേ ദിവസം മുതൽ 15 വർഷക്കാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറി ഭാഗ്യം തുടങ്ങുകയാണ്. ഇത് തുലാം 6-ാം തീയതി മുതൽ, ഈ തുലാമാസം ഇന്ന് 1-ആണ്, 6-ാം തീയതി മുതൽ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ. വരുന്ന 21 ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാത്ത് ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റം വന്നു ചേരുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളൂ. നല്ല സമയമായതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ ചെറിയ പ്രാർത്ഥനയോ വലിയ പ്രാർത്ഥനയോ എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ ഭഗവാൻ കാണും, കേൾക്കും. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഒരുപോലെ അനുഗ്രഹമായി തുണയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. കൂടാതെ ഗജകേസരി യോഗ ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതിനാൽ തന്നെ നല്ല സമയം തന്നെയാണ്. 3-ാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സങ്കടങ്ങൾക്കൊക്കെയും ഒരു അറുതി തുടങ്ങിയിരിക്കുന്നുണ്ട്. വിജയം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ആ വിജയം കൊണ്ട് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇവിടെ ചക്രവർത്തി യോഗം, ഗജകേസരി യോഗം എന്നീ യോഗ ഫലങ്ങളാണ് നിങ്ങൾക്ക് ഈ തുലാമാസം മുതൽ വന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ശക്തമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. എന്തെന്നാൽ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയായിരിക്കും ഈ തുലാമാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഇന്നേ ദിവസം മുതൽ സമയം തെളിഞ്ഞു എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാവുന്നതാണ്. നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരുന്നതാണ്. ഇന്നു മുതലുള്ള 45 ദിവസങ്ങൾ നിങ്ങളുടെ സമയമാണ്. ഏറ്റവും അധികം ഭാഗ്യ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഈ 45 ദിവസത്തിനുള്ളിൽ ഒന്ന് നടത്തുന്നത് വളരെയധികം ഉത്തമമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. കാരണം എന്തെന്നാൽ ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഒക്കെ വളരെയധികം അനുഗ്രഹമായി നിൽക്കുന്ന ഈ ഒരു വേളയിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ധാരാളം മാറ്റങ്ങളെ തന്നു ചേരുന്നതാണ്. കൂടാതെ ഇവിടെ ഗജകേസരി യോഗഫലവും ചക്രവർത്തി യോഗവും കൂടി ഒരുമിക്കുന്നതിനാൽ തന്നെ വളരെയധികം ശ്രേഷ്ഠമായ 45 ദിവസങ്ങളാണ് ഇന്നു മുതൽ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രമായി വരുന്നത് മകയിരമാണ്. 15 വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ ദുരിതങ്ങളും തീർന്നിരിക്കുന്നു. മകയിരം നക്ഷത്രക്കാർക്കും ധനപരമായി ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കും ഗജകേസരി യോഗ ഗുണാനുഭവങ്ങളാണ് ഇന്നു മുതൽ 2 മാസക്കാലം വന്നു ചേരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അനുയോജ്യമായ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വിദേശ ജോലിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നൊരു മോചനം ഉണ്ടാക്കുന്ന സമയമാണ്. ശാരീരിക വ്യതകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, അതൊക്കെ അകലുന്ന സമയം. ഒരു വാഹന യോഗമൊക്കെ കാണുന്നുണ്ട്. കൂടാതെ ഉത്തമമായ പങ്കാളിയെ, ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ, അതായത് വിവാഹ യോഗം കാണുന്നുണ്ട്. കൂടാതെ സന്താനത്തിനുള്ള യോഗം കാണുന്നുണ്ട്, സമ്പന്ന യോഗം കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും 2 മാസക്കാലം, ഈ തുലാമാസം തുടങ്ങി 2 മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഭാഗ്യവും കോടികൾ കയ്യിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. വളരെ പുണ്യദായകമായ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഓരോ പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തുന്നതും വളരെയേറെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വളരെയേറെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകും. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾ വീട്ടിലിരുന്ന് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഏത് പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും. നിങ്ങൾക്കായി കാത് കൂർത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കായി കാത് തുറന്നിരിക്കുകയാണ് ഭഗവാൻ. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും കേൾക്കാൻ വേണ്ടി ഭഗവാനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നണഞ്ഞിരിക്കുകയാണ്. 2 മാസക്കാലം ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, വിഷമിപ്പിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ കണ്ണീരണിയേണ്ടി വരില്ല. അത്രയ്ക്ക് നേട്ടവും ഭാഗ്യവുമാണ് ഇന്നീ മാസം മുതൽ, ഇന്നീ ദിവസം മുതൽ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 11-ാം ഭാവത്തിൽ കേതു ഉണ്ട്. ശുക്രൻ 2-ലാണ്, വ്യാഴം 7-ൽ. അപ്പോൾ ഇതൊക്കെ ഒരു അത്യപൂർവ മഹാഭാഗ്യ സമയം എന്ന് പറയാവുന്നതാണ്. കാരണം 15 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊരു ഭാഗ്യസമയം. കൂടാതെ മഹാദേവൻ, ദേവാദിദേവനായ മഹാദേവൻ കൂടി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. അത് വളരെയധികം ഉയർച്ചയും ഭാഗ്യവും നേട്ടവും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഭഗവാൻ മഹാദേവന്റെ ഒരു കരുതലുണ്ടെങ്കിൽ അതിനപ്പുറം നമ്മൾ മനുഷ്യർക്ക് വേറെ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇവിടെ ആ ഒരു സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. പേര്, പ്രശസ്തി, അംഗീകാരം ഇതൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന വളരെയധികം മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന ധനവരവ് ധാരാളമായുള്ള നേട്ടങ്ങൾ ധാരാളമായി തേടിയെത്തുന്ന സമയം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ മഹാദേവൻ ഉണ്ട് കൂടെ. അതുകൊണ്ട് തന്നെ അടുത്തുള്ള മഹാദേവ ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ സഫലീകൃതമാക്കാൻ നിങ്ങൾക്ക് ഭഗവാൻ കൂടെ ഉണ്ടാകുന്നത് തന്നെ ഏറ്റവും വളരെ വലിയൊരു നേട്ടമായി കരുതാവുന്നതാണ്. വളരെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്കും തുടങ്ങിയിരിക്കുന്നത്.
ഇനി അനിഴം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യാഴം നിങ്ങൾക്ക് ഉദിച്ചു കഴിഞ്ഞു. വ്യാഴം ഉദിച്ചിരിക്കുന്ന ഈ ഒരു സമയം ഇന്നേ ദിവസം മുതൽ തടസ്സങ്ങളൊക്കെ ഒഴിയുകയാണ്. ഗജകേസരി യോഗം ധാരാളം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. കൂടാതെ ഇവിടെ ഗണപതി ഭഗവാന്റെ പ്രീതി കൂടി നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ വിനകളും ഒഴിഞ്ഞു. ഗണപതി ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വിനകളും വിഘ്നങ്ങളും ജീവിതത്തിൽ വന്നു ചേരുകയേയില്ല. തൊഴിൽ ലബ്ധിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദ്യ കൊണ്ട് വിജയങ്ങൾ കീഴടക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ഇന്നു മുതൽ 45 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ വലിയ ഒരു സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാന് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുമായിട്ട് ശ്രദ്ധിക്കുക. കർമ്മവിജയം ഉണ്ടാകുന്ന വളരെയധികം ഭാഗ്യവും നേട്ടവും വന്നു ചേരുന്ന ഇന്നേ ദിവസം മുതലുള്ള 45 ദിവസങ്ങൾ വളരെയധികം സൗഭാഗ്യവും നേട്ടവുമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശുക്രനും വ്യാഴവും ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ്. തുലാം മാസം 6-ാം തീയതി മുതൽ 45 ദിവസങ്ങൾ കോടികൾ കയ്യിലെത്തുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ദുഃഖങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ ഒഴിയുന്ന ഒരു സമയമാണ്. അതുകൂടാതെ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം നേട്ടവും ഊർജവും നിങ്ങൾക്ക് തോന്നുന്ന സമയമാണ്. ഉത്തമ വിവാഹ യോഗം കാണുന്നുണ്ട്. കൂടാതെ വാഹന യോഗം, വാഹന ഭാഗ്യം കാണുന്ന സമയമാണ്. സൽസന്താന യോഗവും ഭാഗ്യവും കാണും. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം രക്ഷപ്പെടുന്ന 45 ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്ന 6-ാം തീയതി മുതൽ തുടങ്ങുന്നത്. തുലാം മാസം മുതൽ തന്നെ, അതായത് തുലാം 1 മുതൽ മാറ്റം തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു വളരെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ കയ്യിലേക്ക് കുറച്ച് ധനം എത്തുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങൾ 6-ാം തീയതി മുതൽ തുടങ്ങും. പിന്നീട് 45 ദിവസങ്ങൾ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും ആയിരിക്കും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ഉത്രാടം നക്ഷത്രക്കാർക്കും ഭഗവാൻ സൂര്യന്റെ അനുഗ്രഹം നിമിത്തം വിവാഹ യോഗം വന്നു ചേരുന്നതാണ്. ധനലബ്ധിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ധാരാളം സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന സമയമാണ്. ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഉദ്യോഗ ലബ്ധി, ജോലിക്കായി വലയുന്ന ധാരാളം ആളുകളുണ്ട്. ഉത്തമ ജോലി ലബ്ധി കാണുന്നുണ്ട്. കൂടാതെ ഗജകേസരി യോഗം നിമിത്തം ജീവിതത്തിൽ ധാരാളം സങ്കടങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ആ സങ്കടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ്. നല്ലൊരു ജോലിയില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ്. 1ഉം 2ഉമല്ല, 15 വർഷങ്ങളായി അനുഭവിച്ച ദുരിതങ്ങൾക്കാണ് ഇവിടെ മാറ്റമുണ്ടാകുന്നത്. ഉത്തമമായ ഒരു ഗൃഹം നിർമ്മിക്കുവാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ ജോലിയിൽ പ്രമോഷനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്തേക്ക് പോയി തൊഴിൽ ചെയ്യണമെന്ന നിങ്ങളുടെ ആഗ്രഹം കൂടി സഫലമാകുന്ന വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള മലയാള മാസങ്ങൾ അനുഭവിച്ച ആ ഒരു ഫലങ്ങളെ വെച്ച് ഇതിനെ താരതമ്യം ചെയ്യരുത്. കാരണം എന്തെന്നാൽ അത്രത്തോളം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു. ഇവിടെ നിങ്ങളെ നോക്കുമ്പോൾ ഭഗവാൻ സൂര്യൻ വരെ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹവുമായിട്ടാണ് നിൽക്കുന്നത്. അതിനാൽ പ്രാർത്ഥനയോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോവുക. നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ പറയുന്ന ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കാരണം ഗ്രഹമാറ്റങ്ങളാണ് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന പോലെ, അല്ലെങ്കിൽ ഗ്രഹമാറ്റങ്ങൾ അതിനനുസരിച്ച് നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണുന്നത് വരെ നന്ദി.